ഒരുപാട് പേര് കൂടിയാൽ പാമ്പിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അവിടുന്ന് അവശിഷ്ടങ്ങൾ പലതും കണ്ടെടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറിൻ്റേതും അതുപോലെ തന്നെ അതിൻ്റെ ജാക്കിയും മാത്രമാണ് തൻ്റെ ലോറിയുടേതാണെന്ന് മനാഫ് അവകാശം. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടത് തൻ്റെ അല്ലെന്ന് പറഞ്ഞു. ഒരു പക്ഷേ അത് പഴകിയ ഭാഗങ്ങളായതുകൊണ്ട് പുതിയ ലോറിക്കുള്ള ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഫോറൻസിക് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക, ലോറിയുടെ പഴക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഒരു ദിവസം അവധി കൊടുത്തു, പിന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പട്ടാളത്തിൻ്റെ ഏറ്റവും നവീനമായ ഉപകരണങ്ങൾ ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ടും ഈ കലങ്ങിയ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ലോറി ഭാഗങ്ങൾ കണ്ടിട്ടില്ല, സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെ വികസിപ്പിച്ചിട്ടുള്ള ഈ കാലത്ത് ഈ ടെക്നോളജി അത്രമാത്രം പുരോഗമിച്ചിട്ടില്ലയോ? പട്ടാളക്കാരുടെ കഴിവിനെ നമ്മൾ സംശയിക്കുന്നില്ല. അത് ഏറ്റവും ധീരന്മാരായിട്ടുള്ള സൈനികരാണ്. മൃത്യുവിനെ അവഗണിച്ചുകൊണ്ട് ലേത്താഴ്വര ചൈനീസ് പട്ടാളത്തിൽ നിന്ന് സംരക്ഷിച്ച ധീരരായിട്ടുള്ള മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. പക്ഷേ ടെക്നോളജിയുടെ കാര്യത്തിൽ സംശയമുണ്ട്. പലപ്പോഴും അത് ഇതുപോലെ കലങ്ങി മറിഞ്ഞ വെള്ളത്തിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്ര കാലമായിട്ടും വ്യക്തമായിട്ടൊരു തെളിവ് നമ്മൾ മനുഷ്യ ശരീരം അന്വേഷിക്കുന്നത്, അല്ലാതെ ഇപ്പം മനാഫിൻ്റെ ലോറിയൊന്നും അല്ല അന്വേഷിക്കുന്നത്. അതിൽ നമുക്ക് വ്യക്തമായിട്ടൊരു സൂചന, ദിശാസൂചിയൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉൾപ്പെടെ എന്തെങ്കിലും ഒരു അവശിഷ്ടം കിട്ടിയിട്ടില്ല. മിക്കവാറും അത് ഒഴുകി കടലിലേക്ക് പോയിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കടൽ തിരകൾ അത് തിരിച്ച് നമുക്ക് കൊണ്ടുത്തരും മൂന്നാം പക്കം. അപ്പോൾ അതനുസരിച്ചുള്ള അന്വേഷണങ്ങളാണ് നടത്തേണ്ടത്. ഇപ്പം മനാഫിൻ്റെ ലോറിക്ക് വേണ്ടി ഇത്രയധികം നമ്മൾ റിസോഴ്സുകളും പണവും വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. അത് മനാഫ് ഒരുപാട് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആ ലോറിയുടെ ഏറ്റവും പുതിയ ഭാഗങ്ങൾ തന്നെ കിട്ടി അതിൻ്റെ ക്ലെയിം വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. ആ രീതിയിലാണ് പോകുന്നു. അല്ലാതെ അർജുനൻ്റെ ശരീരമൊന്നും അവിടെ കിട്ടാനുള്ള യാതൊരു വിധമായ സാധ്യതയില്ല. കടലിലേക്ക് തന്നെ പോയിരിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ കടൽ തീരം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഒരു ജനകീയ അന്വേഷണം, എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ജനകീയ അന്വേഷണം, അവിടെ തീരത്തുള്ളവരെല്ലാം അവരോടെല്ലാം അന്വേഷിച്ച് അവരിൽ നിന്ന് നമ്മളേതെങ്കിലും വാട്സാപ്പ് വഴിയോ അങ്ങനെയുള്ള വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അറിയിച്ചാൽ അവർ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വന്നടിയിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. എന്തായാലും ഇന്ന് ഉച്ചയോട് കൂടി ഏകദേശം നമുക്കൊരു സൂചന കിട്ടും, അർജുനൻ്റെ അവശിഷ്ടം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതുവരെ നമുക്ക് കാത്തിരിക്കുക, അല്ലാതെ നിവൃത്തിയൊന്നും.